ഹലോ ഗൈസ്, അപ്പോൾ ഏവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഗെയിമുമായിട്ടാണ് വീഡിയോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഗെയിമിലേക്ക് നമുക്ക് ഡയറക്റ്റ് പോകുന്നതിന് മുന്നേ നമുക്ക് പിള്ളേരോട് അത് സ്ഥിരമാണ്. അപ്പോൾ നാളെ ദീപാവലിയാണ്. ദീപാവലിയായിട്ട് എന്ത് തോന്നുന്നു? അടിച്ചു പൊളിക്കാനായിട്ട് ഫണ്ടുണ്ടോ? പടക്കം മേടിക്കാൻ? ഇല്ലില്ല, ഞാൻ അതൊന്നുമല്ല ചോദിക്കാൻ വന്ന. ഞാൻ ചോദിക്കാൻ വന്ന ചോദിക്കട്ടെ. ഓക്കെ, ദീപാവലി ആയിട്ട് എന്താണ് ദീപാവലി എന്തുകൊണ്ടാണ് ആഘോഷിക്കുന്നതെന്ന് അറിയോ? ദീപം കൊണ്ട്. അറിഞ്ഞൂടാ. ഞാൻ കഥ പറയാൻ പോവാണ്. ചെക്ക്. അപ്പോൾ ദീപാവലി എങ്ങനെയാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു പണ്ട്, അവിടെ മറ്റേ ബീച്ചിൻ്റെ അടുത്ത്. അപ്പോൾ പുള്ളിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ഒരു കിണറും ഉണ്ട്. അപ്പോൾ ആൾ പോകുന്ന വഴിക്ക് വന്ന് കിണറ്റിൽ വീണ് പുള്ളി. അപ്പോൾ പുള്ളിയുടെ വൈഫ് അവിടെ അടുത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ വൈഫ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളീനെ നേരെ വീണല്ലേ, വൈഫല്ലേ, അയാൾ ഏറ്റവും വേണ്ടപ്പെട്ട ആൾ. അപ്പോൾ പുള്ളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടന്നങ്ങ് ഭയങ്കര അലർച്ചയായിരുന്നു കേട്ടോ. കേൾക്കുന്നുണ്ടാൻ പാടി. ഡേയ് നിന്റെ സുന്നത്തൊക്കെ കണ്ടവിടെ. വാ ഇങ്ങ് വാ. ഇല്ലില്ല, ചുമ്മാതാ, വാടാ. ഇല്ലില്ല, മൂത്രം ഒഴിച്ചോ അവിടെ നിന്ന്. ബാക്കി കം ടു ദ പോയിന്റ്. അപ്പോൾ ഈ ചേട്ടൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് കിടക്കുവാണല്ലോ. അപ്പോൾ ചേട്ടൻ എന്തുമായിരിക്കും വിളിക്കുന്ന? അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? പേര് ഞാൻ ഓൾറെഡി കഥ പറഞ്ഞിട്ടുണ്ടല്ലേ. സംഭവം വൈഫിന്റെ പേര് ദീപ എന്നായിരുന്നു കേട്ടോ. അപ്പോൾ ദീപ എന്ന് കിടന്ന് വിളിച്ച്. അപ്പോൾ ദീപ വന്നിട്ട് എന്ത് ചെയ്ത്, ഒരു തൊട്ടിയും കയറും കൂടെ അങ്ങ് ഇട്ട് കൊടുത്ത്. അപ്പോൾ എന്നിട്ട് ഓക്കെ. അപ്പോൾ പുള്ളി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി തൊട്ടിയിൽ പിടിച്ച്. ഇനി ആ ചേച്ചിയാണല്ലോ വലിക്കേണ്ടത്. അപ്പോൾ പുള്ളി ഇവിടെ നിന്നിട്ട് ദീപാവലി എന്ന് പറഞ്ഞ്, അങ്ങനെയാണ് ദീപാവലി ആയത്. ആഘോഷിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ പുള്ളി കിണറിൽ വീണില്ലേ, പുള്ളി കിണറിൽ നിന്ന് കേറിയതിന്റെ ആഘോഷമായിട്ട് പുള്ളി ഇവിടെ നിന്നിട്ട് ദീപാവലി എന്ന് പറഞ്ഞില്ലേ. അപ്പൊ പുള്ളിക്കാരി വലിച്ച്. അപ്പൊ പുള്ളി വലിച്ചു കയറ്റിയല്ലോ. വലിച്ചു കയറ്റി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരാളുടെ ജീവൻ രക്ഷപ്പെടുമ്പോഴത്തേനും നമ്മൾ എന്തെങ്കിലും ആഘോഷിക്കണം. അങ്ങനെയാണ് ദീപാവലി ആഘോഷിക്കാൻ തുടങ്ങിയത്. ഫണ്ടല്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഗെയിമിലോട്ട് പോവാം അല്ലേ? അപ്പൊ അതിനു മുന്നേ നാളെ ദീപാവലിയാണ്. എല്ലാവരും ഷെയർ തരണം കേട്ടോ. നിങ്ങൾക്കും ഷെയർ തരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് പ്രശ്നം? അപ്പൊ ഗെയിം കളിക്കാം. ഗെയിം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരാൾ ഇരിക്കും. ഗെയിം ഞാൻ പറഞ്ഞുതരാം. 20 രൂപയ്ക്ക് കമ്പിത്തിരിയുടെ കവർ കൊടുക്കാം. പിന്നല്ലാതെ ഇപ്പൊ പടക്കത്തിനൊക്കെ എന്ത് വിലയെന്നറിയോ? ഞാൻ പുള്ളി എടുത്ത് പോറാം. ഞാൻ ഇപ്പൊ കട നടത്തുന്ന ആളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പുള്ളി എടുത്ത് പോയിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കും. ചേട്ടാ കമ്പിത്തിരിയുടെ കവർ ചോദിക്കും. പക്ഷെ കമ്പിത്തിരി മേടിക്കാൻ പൈസ വേണ്ടേ? ഇവൻ 6 രൂപ. ഇവൻ 20 രൂപ കമ്പിത്തിരി കിട്ടൂ. ആ 20 രൂപ എനിക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു കമ്പിത്തിരി മേടിച്ചു തരാം. കമ്പി വീട്ടിൽ തിരി അടിപ്പുണ്ട്. കമ്പിത്തിരി. ഓക്കെ. ഓക്കെ, ഇരുന്നു. ഒരാളിവിടെ ഇരിക്കും. ഞാൻ അവിടെ നിന്നിട്ട് ഒരു അക്ഷരം പറയും. ആ അക്ഷരത്തിൻ്റെ പേരിൽ നമ്മൾ ചോദ്യം ചോദിക്കും. ആ ആൾ എന്ത് മറുപടി പറഞ്ഞു കഴിഞ്ഞാലും ആ അക്ഷരത്തിൽ തുടങ്ങി മാത്രമേ മറുപടി പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഒരാൾ നിൽക്കുന്നുണ്ടായിരിക്കും. അയാൾ എന്ത് ചെയ്യും? തല പോളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടിക്കും. അപ്പം ഇതാണ് ഗെയിം കളിക്കാൻ. ഇവാൻ ഓക്കെ അല്ലേ? അമ്പാടി ഓക്കെ അല്ലേ ഗെയിം കളിക്കാൻ? എന്താണ് അമ്പാടി നമ്മുടെ അടുത്ത് വരുമ്പോഴും പോകുമ്പോഴും എല്ലാം
ഗെയിം വേണമെന്ന് പറയുന്ന ആളാണ് അമ്പാടി. അമ്പാടിക്ക് നല്ലൊരു ഗെയിമാണ് ഞങ്ങൾ കൊണ്ടൊരുക്കി തന്നിരിക്കുന്നത്. എന്താണ് അമ്പാടിക്ക് പറയാനുള്ള? ഇങ്ങനൊരു ഗെയിം കളി വന്നപ്പോഴത്തേന് അമ്പാടിക്ക് എന്താ പറയാനുള്ള? പറ. ചവിട്ട് ഞാൻ. നീയൊക്കെ പറയുന്നതോ പറയുന്നു, അവനെ കൂടെ കൊണ്ടത് പറയത്തീരോ? പറയടാ അമ്പാടി, പറയടാ. ഇവാൻ പറ, അമ്പാടി പറ. എനിക്ക് ഈ ഗെയിം കളിക്കുന്നതിന് വളരെ സന്തോഷം. ഇത് സത്യം പറഞ്ഞാൽ നാളെ ദീപാവലി ആഘോഷിക്കുമ്പോൾ ഓരോ ഗുണ്ട് മേടിച്ച് എനിക്ക് നല്ല ഫ്രസ്ട്രേഷൻ ഉണ്ട്. ഓരോ ഗുണ്ട് മേടിച്ച് ഇതുങ്ങളുടെയൊക്കെ അണ്ണാക്കിൽ വെച്ച് വേണം എനിക്ക് പൊട്ടിക്കാൻ. അതോടെ പിന്നെ അങ്ങനെ സന്തോഷം എന്ന് പറയത്തില്ലല്ലോ. എണീര്. അപ്പൊ ഫസ്റ്റ് ആരാണ് ഇരിക്കുന്നത്? ഫസ്റ്റ് ആര്? ഇല്ല അനു ഇരിക്കും. അനു ഒരുപാട് ആഗ്രഹിച്ചല്ലേ ഗെയിമിന്. കേറ്. നിനക്ക് ഈ ഗെയിം അറിയാൻ താനും. അപ്പൊ നീ കേറ്, ഇരിക്കും. അപ്പൊ പിന്നെ ഓക്കെ. ജോജി ബാക്കിയില്ല. ക്യാമറ ഇവിടെ കൊണ്ടോ. ഓക്കെ നീ അവിടെ നിന്നോ. ക്യാമറയിൽ നിന്നോ. റെഡിയല്ലേ അനു? റെഡി? അപ്പം ഇത്ര ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ല, കംപ്ലീറ്റ് ചെയ്യുന്ന പോകുന്ന പോലെ. ക്വസ്റ്റ്യൻ പറയാണ്ടിരിക്കുകയോ തെറ്റിച്ച് പറയുകയോ ചെയ്താൽ അടി. ഒരടിയേ ഉള്ളു. ആ അടിയിൽ ഔട്ടാണ് കേട്ടോ. അടുത്ത ആൾ കയറും. അപ്പം അക്ഷരം ചായാണ്. സ്ഥലം. നിന്റെ പേര്. ഫ്രണ്ടിന്റെ പേര് നിന്റെ. അപ്പൊ ചിന്നുവിന്റെ അമ്മയുടെ പേര്. ചിന്നുവിന്റെ മാമന്റെ പേര്. ഇല്ല അടിവാ. ഇത് ഫേക്കാണ്, ഇങ്ങനെ കളിക്കാൻ പറ്റത്തില്ല. ഇനി ഇതണക്കെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടി അടിക്കുക. ചിന്നുമ്മ ഇഷ്ടപ്പെട്ട ഫുഡ് ചിന്നുവിന്റെ പുട്ട്. അടുത്ത ആള് നോക്കട്ടെ. ജസ്റ്റ് ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയുണ്ട്? സൂപ്പർ. പറക്കുന്നുണ്ടല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പർ. സോ ഈ ഗെയിം എല്ലാരും കളിക്കും. കേറി വരും അല്ലേ? കൊള്ളാം. ഇല്ല അടുത്ത നീ അത് അവളുടെ കൊടു. എല്ലാരും ഒരാൾ തന്നെ അടിക്കണ്ട. കൊടു. അങ്ങനെ പകരത്തിന് മാറില്ല. ഇതിപ്പം നീ അടുത്ത വെടിക്ക്. അത് കഴിയുമ്പം മീനു കറങ്ങി ജോജിയുടെ ബാക്കി വരും. ഓക്കെ. മീനുവിന് അക്ഷരം ഗായാണ്. ഗമയുടെ ഗാഥയുടെ ഗ. ഓക്കെ. മീനുവിന്റെ അച്ഛന്റെ പേര്. അയ്യോ ഒരു സെക്കൻഡ്. ഓക്കെ ബാക്ക് ടു ഗെയിം. ഓക്കെ. അപ്പം താത്ത് അടി കൊണ്ടിട്ട് മൈക്ക് തെറിച്ചു പോലെ. നീ തെറിച്ചു പോന്നേ പോക്കോ, കുഴപ്പമില്ല. മൈക്ക് തെറിച്ചു പോലെ. അപ്പം ഗൗരന്റെ മാമന്റെ പേര്. മാമന്റെ പേര് ഗൗരമിയ. അപ്പം ഗൗരന് ഇഷ്ടപ്പെട്ട പേര്. ഗൗരന് ഇഷ്ടപ്പെട്ട ഫുഡ്. ഗോതമ്പുണ്ട. ഗൗരന് ഇഷ്ടപ്പെട്ട സ്ഥലം. ഗുണ്ട. അടുത്ത ആള്. വെക്ക ജോജി തെറിച്ചു പോവത്. കയ്യിൽ വെച്ചോ, അടി കൊണ്ടിട്ട് തെറിക്കാനുള്ള. ജോജിക്ക് കൊടുക്കുന്ന അക്ഷരം കായാണ്. ഓക്കെ. ജോജിയുടെ ലൈൻ്റെ പേര്. കാർത്തുമ്പി. ജോജിയുടെ ലൈൻ ഇഷ്ടപ്പെട്ട പേര്. കാക്ക. ജോജിക്ക് ഇഷ്ടപ്പെട്ട ശരീരഭാഗം. കാലിന് പറയാൻ
പേര് അങ്ങനെ മാത്രം. വേറെ അടിക്കാൻ വേറെ ആള് കയറി ഇവിടെ തന്നെ കൊടുക്കുന്നു. അനു അടിക്കോ? ജോമോജ് തരാൻ പോകുന്നത് വായാണ്. വായ അടി എന്തായാലും കൊടുക്കും. നില്ല് ഒരു സെക്കൻഡ്. പിന്നെ ഏതാ കൊടുക്കണം? ഓക്കെ. രക്ഷയൊക്കെ എങ്ങനെ ക്ഷമ ക്ഷീണം വേണ്ട, നമുക്ക് വാ മതി. വാ മാറിയില്ലേ എന്റെ വായിന്നെല്ലാം കേൾക്കുന്നീ. ഇഷ്ടപ്പെട്ട സ്ഥലം? വട്ടുമൂട്. ഇഷ്ടപ്പെട്ട ഭക്ഷണം? വട്ടയിറച്ചി. വട്ടയിറച്ചി ഏതാ? അടി അടി അടി. വട്ടയിറച്ചി ഉണ്ട്, അറിയത്തില്ല നിനക്ക്? വട്ടയിറച്ചി എന്ന് പറഞ്ഞൊരു ഫുഡ് ഉണ്ട്. ഇറച്ചി വട്ടത്തിൽ വെച്ചിട്ട് കഴിക്കുന്നതാണോ വട്ടയിറച്ചി? ആണോ? ഇച്ചിരി ലോജിക്കലി എന്തേലും ഒക്കെ കറക്റ്റ് ആയാൽ മതി. കറക്റ്റ് തന്നെ എങ്കിൽ നിന്റെ അതിന്റെ ഒരു കറുത്തുമ്പീന്നാണോ? അങ്ങനെയാണെങ്കിൽ ഞങ്ങള് ചന്തിക്കാരൻ കന്തിന്ന് പറഞ്ഞത്. പറ. ഇഷ്ടപ്പെട്ട വൃക്ഷം? അടിയടി 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 അടി. ഞാൻ പറഞ്ഞു എങ്ങനെയുണ്ട്? ഇനി അടുത്ത അനുവിന്റെ മൈക്ക് ഇത് ആയില്ലായിരുന്നു കേട്ടോ. ഇനി ഞാൻ ഒരടി അടിക്കാൻ ഞാൻ ചോദിക്കോ? അല്ലല്ല അനുവിന് കൊടുക്കട്ടാ. മതി. അല്ല എളുപ്പാ. മതി. അനു എന്റെ കുഞ്ഞി പെങ്ങളാ, ഞാൻ അടിക്കത്തില്ല കേട്ടോ. അയ്യോ ചീറ്റാണ്. ഞാൻ ഒരു പ്രാവശ്യം കളിച്ചു. അപ്പൊ എന്നെ അടിച്ചെന്തിന്? ഓക്കെ. നിന്റെ കൂട്ടുകാരിയുടെ പേര്? അനുശ്രീ. നിന്റെ അമ്മ നീ എന്താ വിളിക്കും? അമ്മൂന്ന് വിളിക്കും. അമ്മ. നീ എന്ത് കഴിച്ചേ? അപ്പം. ഉച്ചയ്ക്കാ? അപ്പത്തിനോട് ഉണ്ടായിരുന്ന കറി ചോറ് കഴിച്ചു. കറി ചോറ് കഴിച്ചു. ശരി. നീ ഇപ്പൊ എന്ത് ചെയ്യാൻ പോണു? ഞാനിപ്പോ അടുത്തത് ഇവാൻ. എന്താ പറയും? ഇവാൻ. അപ്പോ ഗെയിമിനൊടുവിൽ ഞാൻ മാത്രമാണ് വിജയിച്ചത്. വട്ടയിറച്ചി ഉണ്ട്. ഈ ഫുഡിനൊക്കെ ആരാണ് പേരിടുന്നത്? അതോ ഇപ്പൊ ഒരു ഡിഷ് പുതിയതായിട്ട് കണ്ടുപിടിക്കുന്ന ആളാണ് അതിന് പേരിടുന്നത്? ഒരാള് പറയട്ടെ, കേള്. ത്രികോണത്തിൽ അയാൾ വട്ടത്തിൽ ഇറക്കുന്നു. ആ വട്ടത്തിൽ ഇറക്കുന്ന ഇറച്ചിക്ക് അയാൾ വിചാരിക്കുകയാണ് വട്ട ഇറച്ചിന്ന് പേരിടണമെന്ന്. പിന്നെ നമ്മൾ കടയിൽ പോയിട്ട് ആ ഫുഡ് എന്തായിരിക്കും ചോദിക്കുന്നത്? ചേട്ടാ ഒരു വട്ട ഇറച്ചി. ചിക്കൻ. നീ ഇപ്പൊ ചിക്കൻ മേടിക്കാൻ പോവാ, ചിക്കൻ പൊട്ടിത്തെറിച്ചതെന്ന് പറഞ്ഞ് മേടിക്കുന്നു. അതെന്തുകൊണ്ടാ വിളിക്കുന്നത്? ചിക്കൻ പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞാൽ ആ ചിക്കൻ ചട്ടിക്കകത്ത് ടൊപ്പേ ടൊപ്പേ എന്ന് പറഞ്ഞ് പൊട്ടിത്തെറിച്ചിട്ടാണ്. അല്ല, അത് അയാൾ ഇടുന്ന പേരാണ്. അതുപോലെ വട്ടയിറച്ചി ഉണ്ട്. വിട്. അതെ രീതി അടിക്കാവൂ. അപ്പം ഒരു ചെറിയ ഗെയിം കളിച്ച് നമ്മൾ കളി തീർത്തിരിക്കുകയാണ്. ഈ കളിയിൽ ഏറ്റവും അടിപൊളിയായിട്ട് കളിച്ചത് ജോജി. ഏറ്റവും ദീപാവലിയായിട്ട് എന്താണ് പ്രേക്ഷകരോട് ജോജിക്ക് പറയാനുള്ളത്? ഹാപ്പി ദീപാവലി. ദീപം തെളിക്കും ദീപം നാളെ പൊട്ടിക്കും നമ്മൾ. അമ്പാടി കളിച്ചില്ല. അമ്പാടിക്ക് ഒരു അവസരമുണ്ട്. അമ്പാടിനെ ജോജി അടിച്ചു കൊല്ലല്ലേടാ പാവം. അമ്പാടിക്ക് അക്ഷരം ഞാൻ പറയാനില്ല. അക്ഷരം അമ്പാടിക്ക് പാ. അമ്പാടിയുടെ ഫേവറേറ്റ്. ഓക്കെ, പാ. അമ്പാടിക്ക് അക്ഷരം പായാണ്. എന്ത് പറഞ്ഞാലും പാ വെച്ച പറയാം. അപ്പൊ അമ്പാടിക്ക് ഫസ്റ്റ് ചോദ്യം. അമ്പാടിയുടെ പേര്? അമ്പാടിയുടെ പപ്പയുടെ പേര്? പോട്ട്. അവ പറഞ്ഞു പാവച്ചെന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ട ഭക്ഷണം? അമ്മയുടെ പേര്?
അമ്പാടിയുടെ വീടിരിക്കുന്ന സ്ഥലം പാലക്കാട് സ്കോറിംഗ് ഹീസ് ഓക്കെ. അപ്പം അങ്ങനെയൊന്നും ഇല്ല. അമ്പാടിയുടെ ലൈൻ്റെ പേര് നിന്റെ പാർവതി നാളെ പറയും നീ. അവൻ പറഞ്ഞു അവൻ കൊച്ചല്ലേ അവൻ അവസരം കൊടുക്കും. ഇനി അടിക്കല്ലേ അവൻ സ്കോർ ചെയ്യുന്നുണ്ട്. അമ്പാടിക്ക് മൊത്തം എത്ര ലൈനുണ്ട് ആലോചിക്കുന്നത്? എത്ര ശരിക്കും ആലോചിക്കാണ്. ഈ പ്രായത്തിൽ നിനക്ക് 16 ലൈനാ പേര് പറയടാ. 16 ലൈൻ്റെ പേര് പറ. പിന്നെ എനിക്ക് അത്രയൊന്നുമില്ല. അങ്ങനെ അമ്പാടിയും തോറ്റിരിക്കുന്നു. ഓക്കെ, പക്ഷെ അമ്പാടിയാടാ ഈ കളി ജയിച്ചേക്കുന്ന. അമ്പാടി നല്ല രീതി കളിച്ചു. നീയാണ് ഏറ്റവും കൂടുതൽ. അമ്പാടിക്ക് നമ്മൾ തൊപ്പിപ്പട്ടം കൊടുത്തിരിക്കുകയാണ്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു കൊടുക്കാം. അമ്പാടി ചുരുങ്ങിയ സമയം കൊണ്ട് 2 പടക്കം ചുരുങ്ങിയ വ്ലോഗ് ചെയ്ത നമ്മുടെ ചെറിയ വ്ലോഗ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നാളെ ദീപാവലിയാണ്. ദീപാവലി ആയിട്ട് എന്തെങ്കിലും വ്ലോഗ് എടുക്കണമെന്നുണ്ട്. നാളെ നമ്മൾ ദീപോട്ട് വരുന്നതായിരിക്കും. കത്തിക്ക് ഞാൻ പിടിച്ചു എന്റെ കൈ ഓടിക്കുന്നുണ്ടോ? പൈസ ഞാനിതൊന്ന് പറഞ്ഞു തീർത്തോട്ടെ ഗൈസ്, പ്ലീസ് പറഞ്ഞു തീർത്തോട്ടെ. ചിരിച്ചോണ്ട് എന്ത് പറ്റി? എന്തേലും പറയാനുണ്ടോ? ഓക്കെ. നാളെ ദീപാവലിയാണ്. ദീപാവലിയായിട്ട് പൂക്കി ഇവാൻ എന്താണ് പറയാനുള്ളത്? പടക്കം പൊട്ടിക്കണം. നീ പറഞ്ഞു കൊടുക്കാതെ അവൻ പറയട്ടെ, അവൻ ഇഷ്ടത്തിന് പറയട്ടെ. പടക്കം പൊട്ടിക്കാനുള്ള പൈസ ആര് തരും? സന്തോഷം മാത്രമല്ല വായിന്ന് വരത്തുള്ളൂ. നാളെ നിങ്ങളെല്ലാരും കൊണ്ട് 40 രൂപ. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ്. അമ്പാടി 20 പറഞ്ഞെങ്കിൽ 40 രൂപ പടക്കവും 2 ഓലമടലും എടുത്ത് നമ്മൾ തറയിലടിച്ച് ആഘോഷിക്കും. അല്ലാതെങ്കിൽ നമ്മൾ അവിടെ വെൽഡിംഗ് മെഷീൻ വാടക എടുത്തുകൊണ്ട് ഇവിടെ അടിച്ചു പൊട്ടിക്കുക. എല്ലാവരും കൈയടിച്ചു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു സെക്കൻഡ്, ഞാനൊന്ന് വീഡിയോ ഒന്ന് തീർത്തോട്ടെ പ്ലീസ്. അമ്പാടിയോട് പറഞ്ഞു, അമ്പാടി എല്ലാം സംസാരിച്ച് കഴിഞ്ഞു. ഓക്കെ, ഒന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കാവോ? അടുത്തത് പാട്ട് കുർബാനയാണ്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഞങ്ങളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടവർക്കും കാണാത്തവർക്കും എല്ലാവർക്കും നമ്മൾ നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഒപ്പം നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. ആ സപ്പോർട്ട് ഞങ്ങൾക്ക് തരിക. ആൻഡ് ഇതൊരു വീഡിയോ കണ്ടതിന് നന്ദി.